വ്യാപാരികളുടെ കെട്ടിട വാടകയ്ക്ക് മേൽ 18% GST ഈടാക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. വ്യാപാരി വ്യവസായികളുടെ എല്ലാ സംഘടനകളും നടപടിക്കെതിരെ ഇതിനോടകം രംഗത്ത് വന്നു കഴിഞ്ഞു. വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലയ്ക്ക് ഇപ്പോഴത്തെ നടപടി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മാറുമെന്നും വ്യാപാരി സംഘടനാ ഭാരവാഹികൾ പറയുന്നു. കെട്ടിട വാടകയ്ക്ക് മേൽ 18% GST ഈടാക്കാനുള്ള നടപടിക്കെതിരെയാണ് ഇപ്പോൾ വ്യാപാര മേഖലയിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വ്യാപാരികളും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. കെട്ടിട ഉടമയ്ക്ക് GST രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ മുമ്പ് അവിടെ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് വാടകയിന്മേലുള്ള GST അടയ്ക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നില്ല. വാടകയിൽ നിന്നുള്ള വാർഷിക വരുമാനം 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ കെട്ടിട ഉടമ GST രജിസ്ട്രേഷൻ എടുത്താൽ മതിയായിരുന്നു. ഭൂരിപക്ഷം കെട്ടിട ഉടമകൾക്കും വാടകയിന്മേൽ അത്രയും വരുമാനം ഇല്ലാതിരുന്നതിനാൽ രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നില്ല. എന്നാൽ ഒക്ടോബർ 10 നിലവിൽ വന്ന GST നിയമപ്രകാരം കെട്ടിട ഉടമയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും അവിടെ പ്രവർത്തിക്കുന്ന രജിസ്ട്രേഷനുള്ള വ്യാപാരി വാടകത്തുകയുടെ 18% നികുതി അടയ്ക്കണം. ഈ നടപടിയിന്മേലാണ് വ്യാപാര മേഖലയിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. വളരെ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ചെറുകിട വ്യാപാരികൾക്ക് ഇതുകൊണ്ടുണ്ടാകുന്നത്. ചെറുകിട വ്യാപാര മേഖല എന്ന് പറയുന്നത് സ്വയം പൈസ മുടക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ വേണ്ടി സ്വയം തൊഴിൽ നേടുന്നതാണ്. അങ്ങനെയുള്ള വ്യാപാര മേഖല വാടകയ്ക്കിരിക്കുന്ന ആളുകൾക്ക് ഈ വാടകയ്ക്ക് അധിക ഭാരം വരിക 18% GST ആണ് ചുമത്തുക. 10,000 രൂപ വാടക കൊടുക്കുന്ന ഒരാൾ 1,800 രൂപയും അതിൻ്റെ സർചാർജും എല്ലാം ചേർത്ത് GSTയിൽ അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. വാടകയില്ലാതെ വ്യാപാരം ചെയ്യുന്നവർക്കും പുതിയ തീരുമാനം പ്രതിസന്ധിയാണ്. കെട്ടിടത്തിന്റെ ഏകദേശ വാടക തുക കണക്കുകൂട്ടി അതിന്റെ 15% GST അടയ്ക്കേണ്ടി വരും. ഈ നടപടികളിൽ നിന്നും പിന്നോക്കം പോകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. വിവിധ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യാപാര മേഖലയ്ക്ക് ഇപ്പോഴത്തെ നടപടി കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മാറുമെന്ന് വ്യാപാരി സംഘടനാ ഭാരവാഹികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.